لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون اللهم رب اشرح لي صدري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ്. അതീവ ഗൗരവത്തിൽ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സകലമാന പ്രവർത്തനങ്ങളിലും തന്റെ ജീവിതത്തിലുടനീളവും ആ വിശ്വാസിയെ സംബന്ധിച്ച് അവനുണ്ടായിരിക്കുന്ന വിശിഷ്ടമായ ഉത്കൃഷ്ടമായ ഗുണഗണങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് തവക്കുൽ എന്നുള്ളത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിലും അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചു കൊള്ളുക കേട്ടോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളുടെ ക്വാളിറ്റികളെ എണ്ണി പറയുന്ന സ്ഥലത്തും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യവിശ്വാസികളുടെ ക്വാളിറ്റി പറയാം. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്
അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടുകിട വിറക്കുന്നവരാണ്. അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത് പറഞ്ഞത് അലാ റബ്ബിഹിം യതവക്കലൂൻ, സകലമായ സമയങ്ങളിലും അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവനാണ് സത്യവിശ്വാസി. അവന്റെ ക്വാളിറ്റി അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി, ഫതവക്കൽ അലല്ലാഹി ഇന്നക അലൽ ഹഖിൽ മുബീൻ, അല്ലാഹുവിനെ പരമേൽപ്പിക്കണം കേട്ടോ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകളിൽ അവിടുന്ന് സ്ഥിരമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാഫ്തു. അല്ലാഹുവേ, നിനക്ക് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ മേൽ ഞാൻ തവക്കുൽ അർപ്പിച്ചിരിക്കുന്നു അഥവാ ബലമേൽപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു അഥവാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു, നിന്റെ സഹായത്താൽ ഞാൻ ശത്രുക്കളോട് വാദിക്കുന്നു, എതിർക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. തവക്കുലിനെ നമുക്ക് നിർവചിക്കാൻ കഴിയും. തവക്കുൽ എന്നാൽ കേവലം ഒരു വാക്ക് മാത്രമല്ല, ഭാഷാപരമായി തന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ തനിക്ക് കഴിവില്ലെന്നും അത് പൂർത്തിയാക്കാൻ, അത് മുഴുവനാക്കാൻ ഏറ്റവും കഴിവുള്ളവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തവക്കുൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടുക. ആ തവക്കുലിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. തവക്കുൽ അർപ്പിക്കുക, തവക്കുൽ ഉണ്ടായിരിക്കുക. സത്യവിശ്വാസി എല്ലാ സമയത്തും തവക്കുലുള്ളവനാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ആ തവക്കുൽ ഉണ്ടാകുന്നതിലൂടെ, അല്ലാഹുവിൽ എല്ലാ സമയത്തും ബലമേൽപ്പിക്കുന്നതിലൂടെ സത്യവിശ്വാസിക്ക് കിട്ടാവുന്ന, ലഭ്യമാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാ. തവക്കുല് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിലൊന്ന് ഹറാമുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. തന്റെ ഉപജീവനം അല്ലാഹു നിശ്ചയിച്ചതാണെന്ന് ഉറപ്പുള്ളവനാൾ അത് നേടിയെടുക്കാൻ തെറ്റായ വഴികള് തേടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഹറാമായിട്ടുള്ള വഴികളിൽ നിന്നൊക്കെ പരിശുദ്ധ റബ്ബിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദൃഢമായിട്ടുള്ള തവക്കുൽ ഒരു മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തുന്നു. രണ്ടവന്റെ സമാധാനം നൽകുന്നു. തന്റെ കാര്യങ്ങള്, തന്റെ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ നാഥനും അഖിലാണ്ഡ മണ്ഡലത്തിന്റെ നാഥനും അഖില ചരാചരങ്ങളുടെ നിയന്താവുമായ സർവശക്തന് അല്ലാഹുവിലാണെന്നുള്ള ഒരു ബോധം ഒരാളുടെ ഉത്കണ്ഠയും ദുഃഖവും സദാസമയം അകറ്റിക്കൊണ്ടിരിക്കും, അവന്റെ സമാധാനം നൽകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, മൻ സദഖ തവക്കുലുഹു അലല്ലാഹി ഫീ ഹുസൂലി ശൈഇൻ നാലഹു, എന്തെങ്കിലും കാര്യം ലഭ്യമാകാൻ, നേടാൻ അല്ലാഹുവിലുള്ള തവക്കുലിൽ ആരെങ്കിലും സത്യസന്ധത കാണിച്ചാൽ അത് അവന് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ എന്ന്. മൂന്നാമതായിട്ട് അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണമാണ് വമയ്യതവക്കൽ. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക, വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാ, പിന്നെ അല്ലാഹുവിന്റെ സ്നേഹം ലഭ്യമാകും. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചോ. കാരണം എന്താ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അങ്ങനെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ നിമിഷങ്ങളിൽ അല്ലാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്ന ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം കേട്ടോ എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചിൽ നിന്നുള്ള സത്യവിശ്വാസികൾ ആകമാനം വിശ്വസിക്കുകയും ബലമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പിശാചിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുകയില്ല കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോ ആ തവക്കുലിന്റെ സ്ട്രോങ്, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തതായിട്ട് എണ്ണി പറഞ്ഞ ഇതിന്റെ ഒരു ഗുണമെന്നുള്ളത്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരുപാട് ആളുകളെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. തന്റെ സഹാബത്ത്
ആ സഹാബത്തിലൂടെ സുദീർഘമായ ഒരു ഹദീസിലൂടെ പ്രവാചകൻ അതിങ്ങനെ വിശദീകരിക്കുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 പേരുടെ പ്രധാന ഗുണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിൽ തവക്കൽ അർപ്പിക്കുന്ന, തങ്ങളുടെ അവര് പോലും അറിയാതെ അവര് പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള റിസ്ക് എത്തിക്കും, ഉപജീവനം ലഭ്യമാക്കും എന്നുള്ളതാണ്. അൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم لو انكم كنتم توكلون على الله حق توكله. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ശരിയായ വിധത്തിലുള്ള ബലമേൽപ്പിച്ചാൽ ലറുസിഖ്തും കമാ തുർസഖു الطير തഅദു ഹിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ യഥാവിധി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ബലമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും പോലെ നിങ്ങൾക്കും അല്ലാഹു ഉപജീവനം നൽകുക തന്നെ ചെയ്യും. എന്നിട്ട് വിശദീകരിക്കുക, പക്ഷികളുടെ അവസ്ഥ എന്താ? അവർ പ്രഭാതത്തില് ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപജീവനം എത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളുടെ പാരത്രികമായിട്ടുള്ള പ്രഥമമായ ലക്ഷ്യമാണ് സ്വർഗ്ഗം നേടുക. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായിട്ടുള്ള ആ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നിരതമാകുന്നത്, ആത്മാർത്ഥത കാണിക്കുന്നത്. തവക്കുൽ അർപ്പിക്കുന്നതിലൂടെ കൃത്യമായി തവക്കുൽ അർപ്പിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. ദുനിയാവിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ തോപ്പുകൾ കൊണ്ട് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ തോപ്പുകൾ നൽകി അവരെ ആദരിക്കും. അവരുടെ പ്രത്യേകത എന്താ? അല്ലദീന സബറു. പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന കൃത്യമായ വിശ്വാസത്തോടു കൂടി അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു. രണ്ടോ ഫഅലാ റബ്ബിഹിം യതവക്കലൂൻ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹുവിന് തവക്കുൽ അർപ്പിച്ചിട്ടായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ അവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ തോപ്പുകൾ കൊണ്ട് അല്ലാഹു അവരെ അനുഗ്രഹിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ജീവിതത്തെ എന്തെങ്കിലും ദുരിതമോ പ്രയാസമോ പ്രതിസന്ധികളോ ബാധിച്ചാൽ അവൻ നിരാശപ്പെട്ട് പരാജയപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചാൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദു മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാനോ, നീ തടഞ്ഞതിന് നൽകാനോ, നീ ഉപകാരം നൽകുന്നതിന് ഇല്ലാതാക്കാനോ, നിന്നെപ്പോലെ ഉപകാരം ചെയ്യാനോ കഴിയുന്നവൻ ആരും തന്നെ ഇല്ല. ആ ഒരു വിശ്വാസം കൊല്ലൻ അല്ലാഹു എനിക്ക് കണക്കാക്കിയതല്ലാതെ എന്നെ ബാധിക്കുകയില്ല. അവനാണ് എന്റെ സംരക്ഷകൻ. സത്യവിശ്വാസികളാണെങ്കിൽ അവർ അല്ലാഹുവില് സദാസമയം ബലമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹുവിന് ബലമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, സദാസമയവും തവക്കുൽ അർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു മതിയായവനാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഉ അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു മതി. ജീവിതത്തിന്റെ എല്ലാ വക്തിലും എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനായിട്ട് അവൻ മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാ എല്ലാ സമയത്തും സത്യവിശ്വാസികളോട് തവക്കുൽ അർപ്പിക്കുന്നവരാവണം എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
കൃത്യമായിട്ട് തവക്കുലിന്റെ പദവികളെ കൃത്യമായിട്ട് വിശേഷിപ്പിച്ച് നൽകുന്നുണ്ട്. കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് എല്ലാ സമയത്തും തവക്കുലുള്ള സത്യവിശ്വാസിയായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ ഓരോ പദവിയെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിലൊന്ന് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ്, സത്താവിനെ കുറിച്ചിട്ടുള്ള അറിവ്. തവക്കുലിന്റെ ഒന്നാമത്തെ പടി അള്ളാഹനെ അറിയുക എന്നതാ. അള്ളാഹുവിന്റെ കഴിവ്, അവന്റെ സംരക്ഷണം, അവന്റെ അറിവ്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള അള്ളാഹുവിന്റെ അധികാരം എന്നിവയെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാവുക. അള്ളാഹുവിനെ ശരിയായിട്ട് അറിയാത്ത ഒരാൾക്ക് അവനിൽ പൂർണ്ണമായിട്ട് വരമേൽപ്പിക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങള് മുസീബത്ത് സംഭവിച്ച നിങ്ങൾ അറിയുക, നിങ്ങൾ തിരിച്ചറിയുക. അത് സംഭവിക്കുന്നതിന് മുമ്പേ അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നത് എന്നറിയോ? അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് സംഭവിച്ചതിലോ നിങ്ങൾ പരിധി വിട്ട് ദുഃഖിക്കാതിരിക്കാനാ കഴിയില്ല. എന്തെങ്കിലും സന്തോഷം ലഭ്യമായിട്ടുണ്ടെങ്കിൽ പരിധി വിട്ട് നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. രണ്ടും അള്ളാന്റെ പരീക്ഷണ. അള്ള പിടിക്കുട്ടോ എന്ന് അള്ളാഹിനെ കുറിച്ചുള്ള കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയങ്ങളെ മറച്ചു വെക്കുന്നതും സൂക്ഷ്മമായിട്ട് അള്ള അറിയും എന്നൊരു ബോധമുണ്ടോ? അതാണ് തവക്കുലിന്റെ ഒന്നാമത്തെ പടി. അത് കിട്ടാത്ത, അത് ലഭ്യമാകാതെ തവക്കുല് സാധ്യമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാ. രണ്ടാമത്തത് കാരണങ്ങളെ സ്വീകരിക്കല. കാരണങ്ങളെ സ്വീകരിക്കുന്നത് തവക്കുലിന് വിരുദ്ധമല്ലെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങള് ഒരുക്കുക എന്നതും തവക്കുലിന്റെ ഭാഗമാണ്. എന്നാൽ ഹൃദയം ഈ കാരണങ്ങളിലല്ല, മറിച്ചത് സൃഷ്ടിച്ച അല്ലാഹുവിലായിരിക്കണം ബന്ധിപ്പിക്കേണ്ടുന്നത് എന്ന് നമ്മൾ അതോട് കൂടി ചേർത്ത് വായിക്കുക. ഹൃദയം തൗഹീദ് ഉറപ്പിച്ചു നിർത്തിയ ഒരു മനുഷ്യർക്ക് തവക്കുൽ സാധ്യമാവുകയുള്ളൂ. തവക്കുലിന്റെ കാതൽ തന്നെ, തവക്കുലിന്റെ അടിസ്ഥാനം തന്നെ തൗഹീദാണ്. അല്ലാഹു മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവന് എന്ന ബോധം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് മറ്റാരെയും ഭയപ്പെടാതെ അല്ലാഹുവിൽ മാത്രം ബലമേൽപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. നാലാമതായിട്ട് പഠിപ്പിക്കുന്നത് അല്ലാഹുവിൽ ഹൃദയത്തെ അർപ്പിക്കുക എന്നുള്ളതാ. തവക്കുൽ എന്നത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതോ പറയുന്നതോ ലഫ്ളുകളെ കൊണ്ട് കാണിക്കുന്നതോ ആയ ഒന്നല്ല, മറിച്ച് ഹൃദയം അല്ലാഹുവിൽ ശാന്തമാകുന്ന അവസ്ഥക്കാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി തന്റെ മാതാപിതാക്കളിൽ അർപ്പിക്കുന്ന വിശ്വാസം പോലെ വിശ്വാസി തന്റെ സകല കാര്യങ്ങളും രഹസ്യ പരസ്യ കോണുകളും തന്റെ എല്ലാ വിഷയങ്ങളും തന്നെ സംരക്ഷിക്കുന്ന അല്ലാഹുവിനെ അർപ്പിക്കുന്ന, ഹൃദയം കൊണ്ട് അർപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. 5 അല്ലാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം, നല്ല വിചാരം സത്യവിശ്വാസിക്കുണ്ടായിരിക്കുക എന്നുള്ളതാ. അല്ലാഹു എന്നെ കൈവിടുകയില്ല എന്നും എനിക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുമുള്ള ഉറച്ച വിശ്വാസമാണ്. അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം നല്ല വിചാരമുണ്ടോ അത്രത്തോളം ശക്തമായി തവക്കുൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിനെ കീഴടങ്ങുക എന്നുള്ളതാണ് 6ാമത്തെ പടി. തന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ സത്യവിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. 7ാമത് കാര്യങ്ങള് എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചെയ്യുന്ന തവക്കുൽ എന്ന ബോധം അത് ചെയ്യുന്നവരുണ്ടാവുക. ഇതാണ് തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഒന്ന്. സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ വിശ്വസിക്കാതെ സകല കാര്യങ്ങളുടെയും ചുമതല അല്ലാഹുവിനെ ഏൽപ്പിക്കുക. എനിക്കറിവുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നതിന്റെ പേരിലല്ല. അല്ലാഹുവിന്റെ കഴിവുണ്ട്, എന്നേക്കാളും കഴിവും ശക്തിയുമുള്ളത് അല്ലാഹുവിനാണ് എന്ന ബോധത്തോടു കൂടി വിട്ടുകൊടുക്കാൻ കഴിയുന്നതാ തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന പടി. അവസാനമായിട്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ തീരുമാനത്തില്, അല്ലാഹു എടുക്കുന്ന തീരുമാനത്തില് തൃപ്തി അടയാൻ കഴിയുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ഒരു ക്വാളിറ്റിയാ. തവക്കുലിന്റെ ഫലമാണിത്. അല്ലാഹു നൽകുന്ന ഫലം
എന്തു തന്നെയായാലും അതിൽ പൂർണ്ണമായ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹൈഡ് പടച്ചറപ്പ് തീരുമാനിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കാൻ, കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്ന റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാൻ സത്യവിശ്വാസിക്ക് കഴിയണം. ഈ ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് തവക്കുൽ അർപ്പിക്കാൻ, ജീവിതത്തിന്റെ നികട മേഖലകളിലും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതം സൂക്ഷ്മത നിർഭരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ നികട മേഖലകളിലും പാലിച്ചു ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, സ്വന്തത്തെ ഉൾപ്പെടുത്തി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദൃഢമായി വിശ്വസിച്ച് അവന്റെ കഴിവില് ബോധ്യപ്പെട്ട് അല്ലാഹു നൽകുന്ന തീരുമാനത്തെ റിസൾട്ടിന് വേവലാതിയില്ലാതെ സ്വീകരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയുന്നത്. മുൻഗാമികളുടെ ചരിത്രവും സംഭവങ്ങളും അത്തരത്തിലുള്ള തവക്കുലിന്റെ ഫലമായി അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാറ്റിയത് വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആവർത്തി നമ്മൾ കേട്ടതാണെങ്കിലും തവക്കുലിനെ കണക്ട് ചെയ്യാനും സത്യവിശ്വാസിക്ക് ഏറെ ഉപകരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തവക്കുലിന്റെ അങ്ങേയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ആ രാജാവും അവിടുത്തെ സംഘവും കൂടെ ആ പ്രവാചകനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സംഭവം ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും വേവലാതിയില്ലാതെ അള്ളാഹുവിന്റെ പ്രാണിനെ പറ്റി ഒരു സംശയവും ഇല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ കുറ്റം പറയാതെ അതിനാക്ഷേപിക്കാതെ അള്ളാഹുവെ നിന്റെ മാർഗത്തിലുള്ള പ്രബോധനത്തിറങ്ങിയതിന്റെ പേരിലാ എനിക്കിത് സംഭവിക്കുന്നതെന്ന ഒരു കുറ്റബോധം പോലും ഇല്ലാതെ ആ സമയത്തും ഹൃദയത്തിന്റെ നേട്ടം ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി, പരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനെന്ന് ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നവരെ ബോധ്യപ്പെടുത്തുക. അവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബ്ബേ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഹൃദയത്തിന്റെ തേട്ടം, അള്ളാഹുവിലുള്ള വിശ്വാസം, അവിടെയുള്ള പരമേൽപ്പിക്കൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ പരമേൽപ്പിക്കലിന്റെ ഫലമായി സ്പോട്ട് കമന്റ് അല്ലാണ്ട് ഇബ്രാഹിമിന് സമാധാനാവണട്ടോ, ഇബ്രാഹിമിന് തണുപ്പാവണട്ടോ എന്നല്ലാണ്ട് കൽപ്പന വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹാജറ ബീവിയുടെ ചരിത്രം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യ ഹാജറയെയും കുഞ്ഞ് ഇസ്മായിലിനെയും വിജനമായ മക്കയിൽ ഉപേക്ഷിച്ച് മടങ്ങുമ്പോ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം. കുറെ ചോദിക്കുന്നുണ്ട്, എന്തിനാ അവറാക്കണ്? ഒന്നിനും മറുപടി ഇല്ല. സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്ന ഇബ്രാഹിമിനോട് അവസാനമായിട്ട് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം. ഇബ്രാഹിം, അല്ലാഹുവാണോ താങ്കളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അതിനെ മാത്രം കൈ കാണിച്ചിട്ട് അതേ എന്ന് മറുപടി പറയുമ്പോ ഹാജറ ബീവിയുടെ ഒരു മറുപടി ഉണ്ട്, ഇതല്ല യുദയ്യഉന, അങ്ങനെയാണെങ്കിൽ പോയിക്കോ, അല്ലാഹ് ഞങ്ങളെ കൈവിടൂലട്ടോ, അല്ലാഹ് ഞങ്ങളെ കൈവിടൂലട്ടോ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹിജ്റ വേളയിലെ സംഭവം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ഇങ്ങനെ ഗുഹാമുഖത്ത് വരുന്നുണ്ട്. അബൂബക്കർ പേടിയോടെ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, നിരാശ വേണ്ട, നമ്മൾ രണ്ടാളല്ല മൂന്നാളുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് കേട്ടോ എന്ന് സമാധാനപ്പെടുത്തുന്ന പ്രവാചകന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി അവസാനം കടലിന്റെ മുന്നിലെത്തി നിൽക്കുന്ന സമയത്ത് പിന്നിൽ ഫിർഔനിന്റെ സംഗമ സൈന്യമാ, മുന്നിൽ കടല, കൂടെയുള്ള സത്യവിശ്വാസികൾ അടക്കം ഒന്നടങ്കം അവിടുത്തോട് പ്രവാചകനോട് പറയുന്നുണ്ട്, മൂസാ നമ്മൾ പെട്ടുപോയില്ല മൂസാ നബിയെ, നമ്മൾ പെട്ടുപോയില്ല എന്ന് ചോദിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടിയുടെ
ഇല്ല. ഇന്നമഅ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ പടച്ചോണ്ട് സയഹ്ദീൻ. ഇതുവരെയുള്ള പ്ലാനൊക്കെ പടച്ചോന്റേതാണെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള പ്ലാനും അള്ളാന്റെ അടുത്തുണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട എന്ന് മാത്രം പറയുന്നുള്ളൂ. മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം മുൻ ചരിത്രമില്ല. കടൽ അതിനു മുമ്പ് രണ്ട് ഭാഗത്തേക്ക് മാറിയ ചരിത്രം മൂസാ നബിക്ക് അറിയൂല. ആ സമയത്ത് അങ്ങനെ ഉണ്ടാവും അറിയൂല. സ്പോട്ടിൽ അകമെന്റ് വടി കൊണ്ട് കടലിലടിച്ചോ, ആ കടൽ അതാ രണ്ട് ഭാഗത്തേക്ക് പോകുന്നു, വടി കാണിച്ചു കൊടുക്കുന്നു. തവക്കുലിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നത്, ചെയ്യാനുള്ളത് ചെയ്ത് തവക്കുലാക്കുക എന്നുള്ളതാ സത്യവിശ്വാസികൾക്ക് ആകമാനം ചെയ്യാനുള്ളത്. ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്ത ശേഷമാണ് തവക്കുൽ അർപ്പിക്കേണ്ടത്. പ്രവർത്തനങ്ങൾ വേണം, അമലുകൾ ചെയ്യണം, കൃത്യമായിട്ടുള്ള നിയ്യത്ത് ഉണ്ടാവണം. ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷം നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാതെ വെറുതെ വിട്ടിട്ട് തവക്കുലാക്കാനല്ല. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത ശേഷം എല്ലാറ്റിന്റെയും നിയന്താവായ അല്ലാഹുവിൽ തവക്കുൽ അർപ്പിക്കാൻ സത്യവിശ്വാസി എന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുക എന്ന ബോധ്യം സത്യവിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.